ബെൻസൺ ചേരുന്നു വിവരങ്ങളുമായി. ബെൻസൺ, എപ്പോഴേക്കും ഈ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനടക്കം സൈന്യത്തിന് അവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്? ഒരുപക്ഷെ സൈന്യത്തിന് എത്തിയാൽ മാത്രമായിരിക്കും മനുഷ്യരെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുക. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സൈന്യം എത്തിച്ചേരുന്ന സമയത്തെപ്പറ്റി ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. സൈന്യം കോഴിക്കോട് നിന്നും ഒരു യൂണിറ്റ് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നേരത്തെ നമ്മൾ ഇവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സൈന്യാംഗങ്ങൾ എത്തിച്ചേർന്നാൽ മാത്രമേ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ കുറച്ചും കൂടി ഏകോപനം വരികയുള്ളൂ. കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ രക്ഷാപ്രവർത്തനം വ്യാപിപ്പിക്കാനും പ്രത്യേകിച്ചും ഈ ആളുകൾ കൂടുതലായി കുടുങ്ങിക്കിടക്കുന്ന അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പ്രദേശങ്ങളിലേക്ക് സൈന്യാംഗങ്ങൾക്ക് എത്തിയാൽ മാത്രമേ അവിടുത്തെ രക്ഷാപ്രവർത്തനം കൂടുതലായി ഏകോപിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് നമുക്ക്. ബെൻസൺ, ദയവായി തുടരുക. മരണം 45 ആയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അതിൽ തന്നെ ആളുകളെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. റംലത്ത് 53 വയസ്സ്, അഷ്റഫ് 49 വയസ്സ്, കുഞ്ഞി മൊയ്തീൻ 55, ലീല, റെജിന, വിജീഷ്, സുമേഷ്, ശ്രേയ 19 വയസ്സ്. ഇവരുടെയൊക്കെയാണ് പേര് വിവരങ്ങൾ പുറത്തു വരുന്നത്. 45 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്.